friends, welcome back to my channel A Pinch of Love by Lakshmi. എല്ലാവരും സുഖമായിട്ടിരിക്കാന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ ഇന്നത്തെ വീഡിയോ നമ്മുടെ മുടി നന്നായിട്ട് വളരാനും അതുപോലെ തന്നെ മുടി കൊഴിച്ചിൽ മാറാനും മുടി നല്ല സോഫ്റ്റ് ആയിട്ട് നല്ല ടെക്സ്ചർ വരാനൊക്കെ നല്ലോണം ഹെൽപ്പ് ചെയ്യുന്ന ഒരു ഹെയർ പാക്ക് ആണ് ഞാൻ നിങ്ങളുടെ അടുത്ത് പരിചയപ്പെടുത്തിയിരുന്നത്. ഇതിൽ ഉപയോഗിക്കുന്ന ഇൻഗ്രീഡിയൻസ് നമ്മൾ എല്ലാവരും വീട്ടിലുള്ള കാര്യങ്ങൾ മാത്രമാട്ടോ. അതുകൊണ്ട് മാർക്കറ്റിൽ പോയി നമ്മൾ കാശ് കൊടുത്ത് നമ്മുടെ മുടി വളർത്തേണ്ട ആവശ്യമൊന്നുമില്ല. നമുക്ക് ഈസി ആയിട്ട് അവൈലബിൾ ആയിട്ടുള്ള ഹെയർ പാക്ക് ആണ്. അപ്പോൾ നമുക്കിത് എങ്ങനെ പ്രിപ്പയർ ചെയ്ത് നോക്കാം. അതിനു മുമ്പ് നിങ്ങൾ ആദ്യമായിട്ട് ചാനൽ കാണുന്നെങ്കിൽ ഇഷ്ടപ്പെട്ട സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. കൂടാതെ ബെൽ ഐക്കൺ കൂടി പ്രസ് ചെയ്ത് ഇനി ഞാൻ ചെയ്യുന്ന വീഡിയോസ് നോട്ടിഫിക്കേഷൻസ് നിങ്ങൾക്ക് വരുന്നതാണ്. അപ്പൊ നമുക്ക് നേരെ വീഡിയോയിലോട്ട് കിടക്കാം. നമ്മുടെ ഫസ്റ്റ് ഇൻഗ്രീഡിയന്റ് ഫ്രഷ് ആയിട്ടുള്ള അലോവേര ജെല്ലാണ്. നമ്മുടെ സെക്കൻഡ് ഇൻഗ്രീഡിയന്റ് പുളിച്ച കഞ്ഞിവെള്ളമാട്ടോ, ഫെർമെന്റഡ് റൈസ് വാട്ടർ. ഇനി നമുക്ക് കഞ്ഞിവെള്ളവും അലോവേര ജെല്ല് കൂടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി ഇതെങ്ങനെയാണ് ഹെയറിൽ അപ്ലൈ ചെയ്യേണ്ടതെന്ന് കാണിച്ചു തരാം കേട്ടോ. അപ്പോൾ ഈ ഒരു പാക്ക് ഇടുന്നതിന് മുമ്പ് തന്നെ ഞാൻ ആദ്യമേ എൻ്റെ ഹെയറിൽ ഇത്തിരി ഓയിൽ അപ്ലൈ ചെയ്തിട്ടുണ്ട്. കാരണം കഞ്ഞിവെള്ളം നമ്മുടെ ഹെയറിനെ അല്പം ഡ്രൈ ആക്കുന്ന ഒന്നാണ്. അപ്പോൾ ഇത്തിരി എണ്ണ നമ്മുടെ തലയിൽ പുരട്ടി ഒരു 10 മിനിറ്റ് വച്ച ശേഷം വേണം നമ്മൾ കഞ്ഞിവെള്ളം ഉപയോഗിക്കാനായിട്ട്. അല്ലെങ്കിൽ മുടി ഭയങ്കര അങ്ങനെ ഫ്രിസി ആയിട്ട് കിടക്കും. കഞ്ഞിവെള്ളവും അലോവേരയും നമ്മുടെ എല്ലാവരെയും വീട്ടിൽ ഈസിലി അവൈലബിൾ ആയിട്ടുള്ള ഒന്നാട്ടോ. അപ്പോൾ കഞ്ഞിവെള്ളത്തിൻ്റെ ഗുണത്തെ പറ്റി പറയുകയാണെങ്കിൽ ഓൾറെഡി ഞാനൊരു 3-4 വീഡിയോസ് കഞ്ഞിവെള്ളം വെച്ച് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങൾക്കറിയാം എത്ര ഗുണകരമായതുകൊണ്ടാണ് ഞാൻ പിന്നെയും കഞ്ഞിവെള്ളം ഉപയോഗിച്ച് ഓരോ പാക്കുകൾ നിങ്ങൾക്ക് പരിചയപ്പെടുത്തി തരുന്നത് എന്നുള്ളത്. കഞ്ഞിവെള്ളം മുടി വളരാനും അതുപോലെ തന്നെ മുടി കൊഴിച്ചിൽ തടയാനൊക്കെ വളരെ നല്ലതാട്ടോ. പ്രത്യേകിച്ച് നമ്മുടെ പുളിച്ച കഞ്ഞിവെള്ളം. അതുപോലെ തന്നെ അലോവേര നമുക്കറിയാം നമ്മുടെ സ്കാൽപ്പൊക്കെ ഹൈഡ്രേറ്റ് ചെയ്യാനും അതുപോലെ തന്നെ നല്ലൊരു മോയ്സ്ചറൈസർ കൂടിയാണ് നമ്മുടെ ഈ ഒരു അലോവേര ജെല്ല്. മുടി കൊഴിച്ചിൽ തടയാനും താരൻ വരാതിരിക്കാനൊക്കെ അലോവേര ഒരുപാട് നല്ലതാണ്. ഈ ഒരു ഹെയർ പാക്ക് അപ്ലൈ ചെയ്യുമ്പോൾ നമ്മൾ ബാത്റൂമിലോ അല്ലെങ്കിൽ വീടിന്റെ പുറത്ത് നിന്ന് ചെയ്യുന്നതായിക്കോട്ടെ കുറച്ചുകൂടി നല്ലത്. കാരണം ഇതൊരു ലിക്വിഡ് ഫോം ആയതുകൊണ്ട് താഴെ മുഴുവൻ ഇങ്ങനെ വെള്ളം പോലെ ഇട്ടിട്ട് വീഴാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ റൂമിലൊക്കെ ആയ ഫ്ലോറിൽ നിറച്ച് വെള്ളവും. അപ്പോൾ ബാത്റൂമിലോ അല്ലെങ്കിൽ വീടിന്റെ വെളിയിൽ വെച്ച് ചെയ്യുക. ഹെയർ പാക്ക് പോലെ തന്നെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളതാണ് നമ്മൾ ഹെയർ പാക്ക് ഉപയോഗിച്ചിട്ട് ഒരു മസാജ് ചെയ്യുക എന്നുള്ളത് കേട്ടോ. അപ്പോൾ നമ്മുടെ സ്കാൽപ്പൊക്കെ നന്നായിട്ട് മസാജ് ചെയ്യണം. കാരണം ഇത് ബ്ലഡ് സർക്കുലേഷൻ കൂടാനും മുടി വളരാനൊക്കെ ഒരുപാട് സഹായിക്കും. അപ്പോൾ നന്നായിട്ടൊരു 5 മിനിറ്റ് മുടി നല്ലതായിട്ട് മസാജ് ചെയ്ത് കൊടുക്കണം കേട്ടോ. ഒരു 20 മിനിറ്റ് ഹെയർ പാക്ക് നമ്മുടെ മുടിയിൽ വച്ച ശേഷം നമുക്ക് കഴുകി കളയാട്ടോ. എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ കഞ്ഞിവെള്ളവും അലോവേരയൊക്കെ ഒരുവിധം എല്ലാവരെയും വീട്ടിലുള്ള കാര്യം തന്നെയാട്ടോ. അപ്പോൾ നമുക്ക് ഈസിലി അവൈലബിൾ ആണ്. നമ്മൾ മാർക്കറ്റിൽ പോയി കാശൊന്നും കൊടുത്ത് ഒന്നും വാങ്ങേണ്ട ആവശ്യമില്ല. അപ്പോൾ ഇത് നമ്മുടെ മുടി വളർച്ചയ്ക്ക് വളരെയധികം സഹായിക്കുന്ന ഒന്നാണ് ഈ ഒരു കറ്റാർ വാഴ അലോവേര ജെല്ലാണെങ്കിലും അതുപോലെ തന്നെ കഞ്ഞിവെള്ളം ആണെങ്കിലും. അപ്പോൾ ഈ ഒരു ഹെയർ പാക്ക് നിങ്ങൾ ഉപയോഗിച്ച തലയിൽ പുരട്ടിയ ശേഷം ഷാമ്പൂ ഇട്ട് വാഷ് ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല. ഇപ്പൊ നിങ്ങൾ പുറത്തൊക്കെ പോയി വർക്ക് ചെയ്യുന്നു അല്ലെങ്കിൽ ട്രാവൽ ചെയ്യുന്നു എന്നുള്ളവരാണെങ്കിൽ നിങ്ങൾ ഷാമ്പൂ ഇട്ട് ഒരു മൈൽഡ് ഷാമ്പൂ ഉപയോഗിച്ച് നിങ്ങൾക്ക് ഹെയർ വാഷ് ചെയ്യാം കേട്ടോ. അതല്ല നിങ്ങൾ വീട്ടിലാണ് ഇരിക്കുന്നത്, വർക്ക് ഫ്രം ഹോം ആണ് എന്നൊക്കെ ഓപ്ഷൻ ആണെങ്കിൽ നിങ്ങൾക്ക് ഷാമ്പൂ ഇട്ട് കഴിക്കേണ്ട ആവശ്യമൊന്നുമില്ല. അപ്പൊ നിങ്ങൾക്ക് ഇത് ഓൾട്ടർനേറ്റീവ് ഡേയ്സിൽ ഉപയോഗിക്കാം, അല്ലെങ്കിൽ ആഴ്ചയിൽ 2-3 തവണയൊക്കെ ഉപയോഗിക്കാം കേട്ടോ. അപ്പോൾ ഹെയർ ടൈപ്പിനനുസരിച്ചിരിക്കും നിങ്ങളുടെ ഈ റിസൾട്ടൊക്കെ. ചിലപ്പോൾ ഒരു ദിവസം തന്നെ നമ്മുടെ മുടിയുടെ എല്ലാ പ്രശ്നങ്ങളും മാറണം എന്നൊന്നുമില്ല, പക്ഷെ എന്തായാലും മാറിയിരിക്കും. അത് 100% ഷുവർ ആട്ടോ. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അതുപോലെ തന്നെ ഇത് ഉപയോഗിച്ച ശേഷം നിങ്ങളുടെ എങ്ങനെയാണ് റിസൾട്ട്, നെഗറ്റീവായാലും പോസിറ്റീവായാലും താഴെ കമന്റ് ബോക്സിൽ മെൻഷൻ ചെയ്യുക കേട്ടോ. അപ്പോൾ ഇനി ഒരു അടിപൊളി വീഡിയോ ആയിട്ട് വരുന്നത് വരെ ബൈ.